ഗൈസ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്നലെ ഫ്രിഡ്ജ് ടൂറൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് ഫ്രിഡ്ജിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. ഒരുപാട് ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്താ ചോദിച്ചു ഫസ്റ്റ്? ഫ്രിഡ്ജിന് എത്രയാണ് റേറ്റ്, ഫ്രിഡ്ജ് ഏതാ കമ്പനി എന്നൊക്കെ. ശരിക്കും പറഞ്ഞാൽ ഫ്രിഡ്ജിന്റെ കമ്പനി പറയുന്നത് നമ്മൾ മറന്നുപോയതാണ് അല്ലേ. ഞങ്ങൾ അത് വീട്ടിലത്തെ പകുതി മുക്കാൽ സാധനം നമ്മുടെ LG, സോണി അങ്ങനത്തെ നല്ല കമ്പനി നോക്കിയിട്ട് സാധനങ്ങളെ വാങ്ങുള്ളൂ. അതാവുമ്പോൾ ലൈഫ് ലോങ് ഒരു റിപ്പയർ വരാണ്ട് നമുക്കിതുണ്ടാവും. പിന്നെ ഫ്രിഡ്ജിന്റെ ഡോറ് തുറക്കുന്ന കാര്യം, ഡോർ കുറേ നേരം തുറന്നിട്ടാ കാറ്റ് പോത്രേ. അത് നമ്മൾ രാവിലെ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തുറക്കേണ്ട ആവശ്യമില്ല. രാവിലെ നമ്മൾ എടുക്കുമ്പോൾ കുറച്ച് നേരം ആ ഡപ്പയെന്നൊക്കെ ഇതാക്കുമ്പോഴേക്കും പിന്നെ ഒരുപാട് ഡിമാർട്ടിൽ നിന്നാണോ ബോക്സുകളൊക്കെ വാങ്ങിയെന്നൊക്കെ ചോദിക്കണ്ടായിരുന്നു. ഞാൻ ഡിമാർട്ടിൽ നിന്നാണ് പർച്ചേസ് ചെയ്തിട്ടുള്ള നല്ല അടിപൊളി ഡപ്പകളുണ്ടായിരുന്നു. പിന്നെ നട്ട്സിന്റെ ഡപ്പ കണ്ണാടി ഗ്ലാസ് ആണോ ചോദിക്കണില്ല, സാധാ പ്ലാസ്റ്റിക് ബോക്സ് ആണ്. ഒരു ഫൈബർ നല്ല എയറൊന്നും പോകാത്ത നല്ലതിലുള്ളതാണ്. പിന്നെ നെറ്റ്സിന് വില കുറവുണ്ടോ അങ്ങനെയൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നെറ്റ്സിന് ഒരു ലിമിറ്റിക്ക് വില ഉണ്ടാവും. നമ്മളത് വാങ്ങുമ്പോൾ 100-200 വാങ്ങണേക്കാട്ടി നല്ലത് ഒരു കിലോ ആ സൈസിന് വാങ്ങിയാൽ നമുക്ക് 10 രൂപ നമുക്ക് ഡിസ്കൗണ്ട് അതിലേക്ക് കിട്ടും. അപ്പൊ പിന്നെ അത് വാങ്ങി സ്റ്റോറേജ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചാൽ അപ്പപ്പോ ആണെങ്കിൽ എന്തായാലും കഴിക്കാം. പിന്നെ കഴിക്കുന്ന സാധനം എന്തിനാ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കണമെന്നൊക്കെ ചോദിക്കണ്ടോ. നമ്മൾ എപ്പോഴെങ്കിലൊക്കെ കഴിക്കുള്ളൂ. നമ്മൾ ഇടയ്ക്കൊക്കെ എവിടേക്കെങ്കിലൊക്കെ ട്രിപ്പൊക്കെ പോണ സമയത്ത് അത് പുറത്തായിരിക്കും, വണ്ട് വരും. അപ്പൊ പിന്നെ ഫ്രിഡ്ജിന്റെ ഉള്ളിൽ അതുകൊണ്ട് കയറ്റി വെച്ചു എന്നുള്ളൂ. ഇടയ്ക്ക് ഞാൻ തന്നെ ഇപ്പൊ ഫ്രിഡ്ജ് തുറക്കുമ്പോൾ കണ്ട 2 എടുത്ത് വായലിടുക. അത്ര നമ്മൾ കഴിക്കാനും സെപ്പറേറ്റ് ആയിട്ട് ഒരു ബോക്സിൽ നമ്മൾ ആക്കി വെച്ചിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഓല അതെടുത്ത് കഴിച്ചോളും. ഒരുപാട് പേര് ഞാൻ ഉണ്ടാക്കുന്ന റെസിപ്പിയൊക്കെ വീഡിയോ ഇടുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് എപ്പോഴും ഒരേ കുക്കിംഗ് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ബോറടിക്കും. എപ്പോഴെങ്കിലൊക്കെ ഒരു ചേഞ്ചും മാറ്റവും വരുത്തണം. അപ്പൊ നമ്മൾ ഇന്നലെ ചിക്കൻ ബിരിയാണി വെക്കുമ്പോൾ തന്നെ നമ്മൾ ഇന്നലെ ഒരു സ്പെഷ്യൽ ഒരു സാധനം വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഓൾറെഡി വീട്ടിലത്തെ കുക്കിംഗ് ഒക്കെ ഒരു മുക്കാവാസിയും കയറി നിൽക്കുന്നു. അപ്പൊ ഇതും കൂടി ഉണ്ടാക്കി വെക്കാനായിട്ടാണ്. അപ്പോൾ എന്തായാലും ഉണ്ടാക്കുമ്പോൾ ഈ റെസിപ്പി നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് കാണിക്കാനായിട്ടാണ്. അപ്പൊ എന്താ വെച്ചാൽ അന്ന് ഉമ്മയും ഇവരൊക്കെ വിരുന്ന് വന്നപ്പോൾ നമ്മൾ ഞണ്ട് ഗ്രേവിയും ഞണ്ട് മസാല ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ, ഞണ്ടിന്റെ വീഡിയോ തരുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്തായാലും ഞണ്ടിന്റെ റെസിപ്പി എന്തായാലും ഉണ്ടാക്കി കഴിക്കണം. അപ്പൊ എന്തായാലും ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്കും അങ്ങോട്ട് എല്ലാവർക്കും അങ്ങോട്ട് ഷെയർ ചെയ്ത് തരാൻ വിചാരിച്ചു. അപ്പൊ നമുക്ക് എന്തായാലും എങ്ങനെ ഞണ്ടൊക്കെ ഉണ്ടാക്കാൻ പോവാന്ന് കാണാം. അങ്ങനെ നമ്മുടെ ഞണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഇന്നലെ തന്നെ കഴുകിയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചതാണ്. കഴുകി എടുത്തിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്മെല്ലടിക്കും. അപ്പോൾ ഞണ്ട് കഴുകി ഇത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇന്ന് വലിയ ഞണ്ടാ കിട്ടിക്കണം. നമുക്കിതാ കാല് കണ്ടില്ലേ, ഇതിൻ്റെ ഇല്ലേ, ഇതിങ്ങനെയാണ് ഞാൻ ഇന്നലെ അവിടെ തന്നെ നേരാക്കി വാങ്ങിയിട്ട് വന്നതാണ്. ഞണ്ട് ഇതാ അവിടെ റെഡിയാക്കിയിട്ട് കഴുകണം ഒന്നും കൂടി. അപ്പോൾ വെറുതെ ഒന്ന് കഴുകിയിട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാ കാല് പൊരകൾ പെരുസ്. പിന്നെ എന്ത് ചെയ്യണമെന്നറിയോ, അപ്പോൾ ഞണ്ട് ഇതവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഓരോരോ കാല് ഇത് നുള്ളിയ വരുന്നുണ്ടല്ലോ. ഒരുപാട് ഇന്ന് വലുതാണല്ലേ. അന്ന് നമുക്ക് കിട്ടിയത് ചെറിയ ഞണ്ടാണ്. നമുക്ക് വലിയ ഞണ്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു കാലില്ലയോ മുടിച്ചോ. ഇതാ 1/2 കിലോനല്ലത്. നമ്മൾ 1/2 കിലോനെ വാങ്ങുള്ളൂ. 1/2 കിലോ നിന്നാൽ തന്നെ ആളില്ലത്. ഫുള്ള് ഞാൻ തന്നെ ഇപ്പോൾ കഴിക്കണം. ഇവിടെ ആർക്കും ഇത് ഇഷ്ടമല്ല. അവർക്ക് ചിക്കൻ ചില്ലി, ചിക്കൻ സനാമിയാസ് തൊടും. മിയാസ് പിന്നെയും തിന്നു. ഇറച്ചി കഴിഞ്ഞതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തു കൊടുത്താൽ സനാക്ക് ഇറങ്ങില്ല. ആ ഒരു മസാലക്കുള്ള സാധനങ്ങളാണ് ഇതൊക്കെ. ഒരു 3 വെല്ലുള്ളിയാണ്, ചെറിയ വെല്ലുള്ളി ആയതുകൊണ്ട് കൊണ്ടാണ് ഇത്ര. പിന്നെ ഒരു 2 തക്കാളി, കുറച്ച് കറിവേപ്പില, കൊത്തമല്ലി. ഇത് വേണമെങ്കിൽ ഇഞ്ചിയും കുരുമുളക്, വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഇട്ട് അടിക്കാൻ. എന്നാൽ ആൾറെഡി നമ്മുടെ ഫ്രിഡ്ജിലുണ്ട്, സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. അതുകൊണ്ട് അടിച്ചിട്ടില്ല. കുരുമുളക്, പെരുംജീരകം. പിന്നെ ഉള്ളത് നമ്മളുടെ ഇത് മഞ്ഞപ്പൊടി, ഇത് മുളക് പൊടി, ഇത് മല്ലിപ്പൊടി, ഇത് കറി മസാല എന്ന് പറയും. ഗരം മസാല, കറി മസാല. ഇതൊക്കെ ഓൾറെഡി ഇവിടെ സ്റ്റോക്ക് ഡപ്പയിലുള്ളതും കൊണ്ട് നമ്മളൊന്നും തനിയൊന്നും അടിക്കണില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മസാല. ഇതൊരു മണത്തിന് വേണ്ടിയിട്ട് ഇടുകയാണ്. മെയിനായിട്ട് കുരുമുളകിൻ്റെ എരി ഇതിൽ എന്തായാലും അധികം ഉണ്ടാവും. അതുകൊണ്ട് മുളകൊക്കെ ഒന്ന് കുറക്കണം. ഇപ്പോൾ ഇതെങ്ങനെ മസാല ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം എന്ത് ചെയ്യണമെന്ന് പറയും, ഇതൊന്നും മിക്സിയിലിടേണ്ട ആവശ്യമില്ല. ഇതൊക്കെ പാടെ മിക്സിയിലിട്ടിട്ട് മസാല ഗ്രേവി ഉണ്ടാക്കണം. പച്ച മിക്സിയിലിട്ട് അടിക്കുക. ഇതിൽ നമുക്ക് പച്ചമുളക് വേണ്ട. പച്ചമുളക് എന്താ ഇടാത്ത വെച്ചാൽ ഈ കുരുമുളകിൻ്റെ എരി തന്നെ മതി. ഒരുപാട് എരിയായാലേ
നമുക്ക് പണി കിട്ടും. ഈ പ്രസ്റ്റീജിന്റെ ഈ പാത്രങ്ങളൊക്കെ ഇപ്പൊ പർച്ചേസ് ചെയ്ത സാധനങ്ങളാണ്. ഇങ്ങനത്തെ ഏതെങ്കിലുമൊക്കെ മസാലകളൊക്കെ ഉണ്ടാക്കുമ്പോഴേ ഇങ്ങനത്തെ പാത്രമാണ് നമ്മൾ സെറ്റാ വാങ്ങിയിട്ടുള്ളത്. ഇനി 2-3 സെറ്റ് നമ്മൾ എടുത്തിട്ടില്ല, വാണങ്ങ് എടുക്കാൻ വേണ്ടി. ഇനി ഇതിന്റെ കുട്ടിപ്പാത്രമൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ എണ്ണക്കുപ്പി. ഈ ഒരു ഞണ്ടിന്റെ ഗ്രേവി ഒക്കെ ചെയ്യുമ്പോൾ ഇതിന് ഏതാ ടേസ്റ്റ് കൊടുക്കാന്നറിയും? നല്ലെണ്ണയിൽ ഉണ്ടാക്കിയാലാണ് ആ ഒരു മണവും ആ ഒരു ടേസ്റ്റ് ഒക്കെ ഉണ്ടാവില്ല. ഞണ്ടിനെ ഒരു മരുത്വ ഗുണം ഉള്ള ഒരു സാധനമാണ്. അപ്പൊ പിന്നെ നല്ലെണ്ണയും അതേ മരുത്വ ഗുണമുള്ള സാധനം. എന്തിനാണ് നല്ലെണ്ണ യൂസ് ചെയ്യുക? കൈകാല വേദനയ്ക്ക് നമ്മുടെ എല്ലുകൾക്കൊക്കെ നല്ലെണ്ണയാണ് അധികം യൂസ് ചെയ്യുക. അതുപോലെ ഇതാ ഈ ഒരു കുപ്പിയും ഞാൻ ഡിമാർട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. ഇതവിടെ ഉണ്ട്. ഇതാ ഒരു ഡപ്പ. ഓരോരോ എണ്ണക്ക് ഓരോരോ ഡപ്പ. നമ്മുടെ വീട്ടിൽ ഒരുപാട് എണ്ണ യൂസ് ചെയ്യും. കടലെണ്ണ, നല്ലെണ്ണ, വെളിച്ചെണ്ണ, സൺഫ്ലവർ ഓയിൽ, പാം ഓയിൽ. അപ്പൊ പിന്നെ ഓരോരോ ഡപ്പക്ക് ഓരോന്നാണ്. അപ്പൊ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ടോ നോക്കാം ആദ്യം. അപ്പൊ നമ്മൾ മസാല ഇടാം. നമുക്ക് ഇവിടെ ആൾക്ക് തിന്നൊന്നുമില്ല. ഞാൻ എനിക്ക് മാത്രം ഉണ്ടാക്കി തിന്നണം. ഇവിടെ ഒരാളോട് മാറ്റം കുറിച്ചൊന്നും ഇതിനോട് ചോദിക്കണില്ല. ഇയാൾക്ക് ഞാനോട് അങ്ങനെയൊക്കെ തിന്നുള്ളൂ. ഇത് നമുക്ക് എന്തിരുന്നത് ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, റൈസ് നമ്മുടെ പുതുഡപ്പ, മയോണസിനും തക്കാളി സോസൊക്കെ ചില്ലിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കിയത്. അതായത് ഇപ്പോൾ പർച്ചേസിൻ്റെ റേറ്റ് പറയാം 40 rupees. അങ്ങനത്തെ 2 ഉണ്ട്. അപ്പോൾ നമ്മുടെ മസാല ഒന്ന് പിരിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ഇടാം. മല്ലി, മുളക്, മഞ്ഞൾ, കറി മസാല. ഇനി ഇതിലൊരു സാധനം ഇട്ടിട്ടില്ല. ഇതൊന്നല്ല ഇതിന്റെ മെയിൻ സാധനമാണ്. എന്താണെന്നറിയോ? ഉപ്പ്. കട്ടിയിൽ പിടിക്കുന്നില്ലല്ലോ. എന്താ കുറച്ച് ഉപ്പ്. നമുക്ക് എന്താ നമ്മളുടെ ആളതിലിടല്ലേ? ആളതിലിട്ടു. ഓടുത് ചട്ടീന്. അല്ല, കയ്യും കാലൊക്കെ ഉണ്ട്. അതിൽ കണ്ണും ഇത് മാത്രമേ ഇല്ലാത്തുള്ളൂ, ബാക്കിയൊക്കെ ഉണ്ട്. നല്ല മണം വരുന്നില്ലേ? ഇനി നമുക്ക് ഇതിൽ കുറച്ച് വെള്ളം പറഞ്ഞു. കുറച്ച് വെള്ളം, വേഗം വെള്ളം വേണം. ഗ്രേവിയും ഓട് ചട്ടീന് ഓട്ട ഉടനെ പറഞ്ഞ കളർ മാറിയില്ലതാ. ചൂട് തട്ടിയാലേ ഇതിന്റെ കളർ മാറുന്നുണ്ട്. മസാല കണ്ടോ ഇവിടെ? ഈ ഒരു കറണ്ടി തിണ്ടത്തേക്ക് സെറ്റ് ആവൂലേ? അല്ല, ഇത് അപ്പടിയെ വിട്ടുള്ളാം. ഒന്ന് വന്ന് കഴിഞ്ഞാൽ ശരിയായിക്കോളും. അപ്പൊ തിണ്ടത്ത് തട്ടാർക്കും. ഇതാ അതിന്റെ കളർ മാറി. കാലിൻ്റെതാ കാല് പറയാം, വേറെ കളറായി. അപ്പൊ ഗൈസ്, നമ്മുടെ സാധനങ്ങളൊക്കെ ചട്ടിയിലാക്കിയിട്ടുണ്ട്. ഇത് മൂടി വെച്ചിട്ട് വന്നാലാണ് ആ ഒരു ഗ്രേവി, ആ ഒരു മസാലയൊക്കെ ഈ ഞണ്ടിൻ്റെ ഉള്ളിൽ പിടിക്കുള്ളൂ. അപ്പം വെയിറ്റ് ചെയ്യാം. നമ്മുടെ തുറന്ന് നോക്കാം. കണ്ടില്ലേ? വേഗമല്ല, ഈ മസാലയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇതുമ്മ പിടിക്കണം. ഇനി ഇതൊന്ന് വറ്റണം, ഗ്രേവി മാതിരി ആവണം. നല്ല വേവിക്കണം. കുട്ടികൾക്കൊക്കെ കൊടുക്കണ കാരണോണ്ട് നല്ല വേവിച്ചത്. നമ്മൾ ഈ ഒരു ഇതിൽ സൂപ്പ് മാതിരി കൂടെ എടുക്കാം. ഇതാ സൂപ്പ് മാതിരി വരുന്നില്ലത്. ഇങ്ങനെ എടുത്ത് തിന്നാം. ഇല്ല മസാല വേണമെങ്കിൽ ഗ്രേവി വേണമെങ്കിൽ ഗ്രേവി ആക്കിയിട്ട് തിന്നാം. കാല് പോരും. ഇതെന്നാ മറ്റേ കടലിൽ ഓടണ മാതിരി എന്തിരിച്ച് നിൽക്കുന്നതാ.
അപ്പോൾ ഇനിയും ഇത് കുറച്ച് ഒരു 10 മിനിറ്റ് ആയത് ഇനിയും ഒന്ന് ചുമ്മും. അപ്പോൾ നമ്മൾ വെച്ചിട്ട് ഏകദേശം ഒരു 10-15 മിനിറ്റ് ആയില്ല. എന്നിട്ട് നടുവിൽ ഗ്യാസ് ഒന്ന് കഴിഞ്ഞു. ഗ്യാസ് കഴിഞ്ഞപ്പോഴാണ് 15 മിനിറ്റ് എന്നുള്ളത് 20 മിനിറ്റിൻ്റെ എത്തിയത്. അപ്പോൾ മസാല കയ്യിലേ ഓരോ മസാല ആക്കിയിരുന്നില്ല. മസാലയൊക്കെ ഇട്ട് രണ്ടിലും പൊടിച്ചത് ചട്ടിയിലെന്ത് വരമാട്ടേക്കൊരു കറണ്ടിയിലെ നിൽക്കുന്നത്. ഒന്നും കൂടി ഒന്ന് ഇതാക്കണം. എന്നാലും അധികം ഇങ്ങനെ മസാല ഉള്ളത് ഈ മസാല ഞണ്ടുമല്ലേ ഇതിങ്ങനെ ഉണ്ടാക്കുന്ന നല്ല ടേസ്റ്റ് ഉണ്ടാക്കും. റോസ്റ്റ് ഇതിൻ്റെ പേരാണ് താറാവിൻ്റെ മേലെ റോസ്റ്റ് കൊണ്ടുവരതാ. താറാവ് കുറേ നേരം വേണമെന്നില്ല. ഈ നമുക്ക് താറാവ് പോലെ വെച്ച് എനിക്ക് ചോക്ലേറ്റ് കിട്ടും. എല്ലാവരും റബ്ബർമാരി എന്ന് പറയും. നമുക്ക് ഉണ്ടാക്കി വെക്കാം. റബ്ബർമാരിൻ്റെ ഇവിടെ വേറെ ഉണ്ടായിരുന്നു. ആർക്കെങ്കിലൊക്കെ കഴിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ ഒരു വഴിയില്ലല്ലേ. ഇതേമാതിരി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ചിലർ ഞണ്ട് കഴിക്കില്ല. ചിലർ ഞണ്ടിൻ്റെ ഗുണങ്ങളെ കുറിച്ച് ഓർത്തിട്ട് കഴിക്കുന്നവരൊക്കെ ഒരുപാട് പേരുണ്ട്. നമുക്ക് കുറച്ച് എന്തായാലും മസാല എടുക്കട്ടെ. ചോറിൻ്റെ കൂടെയൊക്കെ കൂട്ടിട്ട് കഴിക്കണമെങ്കിൽ മസാല വേണം. അപ്പോൾ നമ്മുടെ ഞണ്ട് റെഡി ആയില്ലേ. നമ്മുടെ ഞണ്ട് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഡെക്കറേഷനൊക്കെ കൊടുത്ത് അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ ഈ തട്ട് ഇഷ്ടമായെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക. നമ്മളിങ്ങനെ ഒരു ഇതിന് വേണ്ടിയിട്ട് വാങ്ങിയതാണല്ലേ. ഞണ്ട് അടിപൊളിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിപ്പോൾ സനാമിയാസ് ഇങ്ങനെ ചിലപ്പോൾ ഡെക്കറേഷൻ കണ്ടാൽ കഴിക്കുമെന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും ഇങ്ങനെ വെച്ച് നോക്കാം. വന്നിട്ട് കഴിക്കുകയാണെങ്കിൽ കഴിച്ചോക്കട്ടെ. അപ്പോൾ ഗൈസ് ഇന്നത്തെ ഞങ്ങളുടെ സ്പെഷ്യൽ എന്തൊക്കെയാണെന്ന് വെച്ചാൽ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്ന് ഈ ഒരു സ്പെഷ്യൽ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് ഞണ്ട് വാങ്ങുമ്പോൾ അടുത്ത റെസിപ്പി ഞണ്ടിൻ്റെ 2 സൂപ്പ്, ഞണ്ട് വറുവൽ അങ്ങനെയൊക്കെ പോയിട്ട് അങ്ങനെയൊക്കെ ഓരോന്നൊക്കെ ആയിട്ട് പോവാം. അപ്പോൾ ഇന്ന് നമ്മുടെ സ്പെഷ്യൽ എന്താ വെച്ചാൽ മെയിൻ ഡിഷ് നമ്മുടെ ഞണ്ട് മസാലയാണ്. പിന്നെ നല്ല അടിപൊളി സാമ്പാർ, ബീട്രൂട്ട് മുട്ടക്കട്ട അടിപൊളി ബീട്രൂട്ട് ഉപ്പേരി, പിന്നെ ഇന്നലത്തെ ചിക്കൻ്റെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അതുകൊണ്ട് കുട്ടികൾക്ക് ചില്ലി പൊരിച്ചതും. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ഉച്ചക്കത്തെ ലഞ്ച് ഇതാണ്. നിങ്ങളുടെയൊക്കെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഇതേമാതിരി റെസിപ്പി വീഡിയോ ആണെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക. അപ്പോൾ നാളെ നെക്സ്റ്റ് നല്ല വീഡിയോ ആയിട്ട് കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും.